എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല പെരുമാറ്റമുള്ള ഒരു കുട്ടിയെ വാർത്തെടുക്കുന്നതിൽ നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിലെ സ്നേഹത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. മാതാപിതാക്കളോടുള്ള സ്നേഹബന്ധത്തിൽ നിന്ന് നല്ല പെരുമാറ്റമുള്ള ഒരു കുട്ടിയുടെ മറ്റൊരു പ്രധാന സ്വഭാവം രൂപീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് മറ്റുള്ളവരുടെ വികാരങ്ങളോടുള്ള ബഹുമാനം അവൻ മനസ്സിലാക്കിയെടുക്കുന്നു. തന്റെ അച്ഛനും അമ്മയ്ക്കും ജീവിതത്തിലുള്ള മറ്റുള്ളവർക്കും തന്നെ പോലെ തന്നെ വികാരങ്ങളും ആവശ്യങ്ങളും ഉണ്ട് എന്നും പരസ്പരം ഒത്തുപോകണമെങ്കിൽ ഒത്തുജീവിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ വികാരങ്ങളെ നമ്മൾ ബഹുമാനിക്കേണ്ട ആവശ്യകത ഉണ്ട് എന്ന തിരിച്ചറിവ് കുട്ടികളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം. തന്റെ പ്രവൃത്തികൾ മറ്റുള്ളവരെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയെടുക്കാൻ ഒരുപക്ഷെ വർഷങ്ങളെടുക്കുന്നത് വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയ ആകണമെന്നില്ല. ഉദാഹരണമായി പറഞ്ഞാല് തന്റെ പെരുമാറ്റത്തിലൂടെ ഒരു സുഹൃത്തിനെ അവനെ സന്തോഷിപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ അവന് സാധിക്കും. അത് പ്രീ സ്കൂൾ സന്ദർഭങ്ങളിലൊക്കെ ചുറ്റുമുള്ളവരുടെ വേദനകളും അവരുടെ ഭയങ്ങളും അതുപോലെ തന്നെ സന്തോഷങ്ങളും ഒക്കെ തിരിച്ചറിയാനും അതിനെ സൊല്യൂഷൻ കാണാനുമൊന്നും ഒരുപക്ഷെ ആ കുട്ടിക്ക് സാധിക്കണമെന്നില്ല. എന്നാൽ താൻ നേരിട്ട് ബന്ധപ്പെടുന്നവരുടെ വികാരങ്ങളെ ബഹുമാനിക്കാൻ അവനെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ നമ്മൾ അത് തുടങ്ങേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ മുതിർന്ന നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെയാണോ ബഹുമാനിക്കുന്നത്, അവരുടെ വികാരങ്ങൾ എങ്ങനെയാണോ നമ്മൾ ഉൾക്കൊള്ളുന്നത്, അതെല്ലാം കണ്ടു വളരുന്ന ഒരു കുട്ടി രാവിലെ എണീറ്റിട്ട് മുതിർന്ന ആൾക്കാരുടെ കാൽ തൊട്ട് വന്ദിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ രൂപീകരിച്ച് എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയും എന്ത് ചെയ്യും, അതുപോലെ നമ്മളെ കണ്ട് തന്നെ അവനും ആ ഒരു സ്വഭാവത്തിലേക്ക് കടക്കും. പിന്നീട് അവൻ എന്ത് ചെയ്യും, അവന് മനസ്സിലായി എന്തുകൊണ്ടാണ് ആ ഒരു ബഹുമാനിക്കേണ്ട ആവശ്യം. ഒരു ശുഭകാര്യം ചെയ്യാൻ പോകുമ്പോഴും എപ്പോഴും അവൻ അത് മനസ്സിൽ കൊണ്ട് നടക്കുക തന്നെ ചെയ്യും. അപ്പൊ ചുറ്റുമുള്ള ആളുകളോട് കരുതലുള്ളവരായി കഴിയുമ്പോഴൊക്കെ കരുതലുള്ളവനായി അവൻ മാറുമ്പോഴൊക്കെയുള്ള പ്രശംസകൾ ലഭിക്കുന്നതും അവനെ നല്ലൊരു കുട്ടിയായി വളർത്താൻ, നല്ലൊരു ആളായി, നല്ലൊരു പൗരനായി വളർത്തിയെടുക്കാൻ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ സ്നേഹത്തിലൂടെയും മറ്റുള്ളവരുടെ വികാരങ്ങളോടുള്ള ബഹുമാനം എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നതിലൂടെയും കുട്ടികളെ നല്ല ഒരു ഭാവിയുള്ള പൗരനാക്കി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. അപ്പൊ എല്ലാവരും അതിനുവേണ്ടി നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുക തന്നെയാണ് വേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ അതിനുള്ള ഓരോ ചുവടുവയ്പ്പുകളും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. താങ്ക് യു ആൾ. താങ്ക് യു വ്യൂവേഴ്സ്.